ഇനി നമുക്കപ്പോൾ NCDയും ബോൺസ് വെച്ചിട്ട് തുടങ്ങും. NCDയും ബോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ NCD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ്. അത് ഈ കോർപ്പറേറ്റ് സെക്ടേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് രണ്ടും ലോങ് ടേം ക്യാപിറ്റൽ റേസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് രണ്ടിനും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളത് ഫിക്സ്ഡ് ഇൻകം ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ഇതിനൊരു ഫിക്സ്ഡ് റേറ്റും ഉണ്ടാവും, ഒരു ഫിക്സ്ഡ് കാലാവധി ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ആണ്. ഒന്ന് സെക്യൂർഡും ഒന്ന് അൺസെക്യൂർഡും. സെക്യൂർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കമ്പനി NCDയിലൂടെ മേടിക്കുന്ന എമൗണ്ടിന് ഒരു അസറ്റ് അവർ ഈടായിട്ട് വെക്കും. അതിനാണ് നമ്മൾ സെക്യൂർഡ് എന്ന് പറയുന്നത്. നോൺ സെക്യൂർഡ് എന്ന് പറയുന്നത് അസറ്റ് ഈടായിട്ട് വെക്കില്ല. ഇത് എവിടെ നിന്ന് വാങ്ങിക്കാന്നുള്ളൊരു ക്വസ്റ്റ്യൻ കസ്റ്റമേഴ്സ് ചോദിച്ചേക്കാം. ഇത് പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ കമ്പനി NCDക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പബ്ലിക് ഇഷ്യൂ നടത്താറുണ്ട്. അതായത് കമ്പനിയിൽ നമുക്ക് നേരിട്ട് വാങ്ങിക്കാം. അതിനാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുന്നത് വൺസ് ഈ ഒരു പബ്ലിക് ഇഷ്യൂ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. നമുക്കിത് അവിടെ ആരെങ്കിലും സെല് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഇത് വാങ്ങിക്കാം. ഇതിനുള്ളിൽ നമുക്ക് രണ്ട് തരത്തിലാണ് ഇൻകം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് റിട്ടേൺ ഇൻട്രസ്റ്റ് വൈസ്, രണ്ട് ക്യാപിറ്റൽ അപ്രിസിയേഷൻ. റിട്ടേൺ വൈസ് ഇൻട്രസ്റ്റ് വൈസ് നമ്മൾ ഇൻകം എടുക്കുമ്പോഴേക്കും നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് എത്രയാണോ ടാക്സ് ലാഭം വരുന്നത് അതിനോട് കൂടി ഇത് ചെയ്യും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ടാക്സ് ലാഭത്തോട് കൂടി നമ്മൾ ഇതിന് ടാക്സ് പേബിൾ ചെയ്യേണ്ടി വരും. ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുമ്പോഴും രണ്ട് തരത്തിലാണ് വരുന്നത്. രണ്ട് തരത്തിലാണ് ഈ ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത്. ഒന്ന്, നമ്മളിപ്പോൾ ഇത് ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ NCD നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുന്നേ അത് വിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് എത്രയാണ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടിയിരിക്കുന്നത് അതോടുകൂടെ നമ്മൾ ഇൻകത്തിനോട് ചേർത്തിട്ടാണ് നമ്മൾ ടാക്സ് ലാബ് കൊടുക്കേണ്ടത്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മളിത് NCD വാങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ലാഭത്തിന്റെ 12%, അതായത് ലോങ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യും. 12% നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. NCD ബോൺസും വാങ്ങിക്കാനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. പിന്നെ ഇത് വാങ്ങിക്കുമ്പോഴേക്കും നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റിംഗ് ഉണ്ടാവില്ലാത്ത. ഇപ്പോൾ AAA ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിച്ച് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡേഷന് സാധ്യതയാണ്. കമ്പനി ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസസ് ആണ്. ഇതാണ് NCD ബോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടാക്സിലാണ്. ഇൻട്രസ്റ്റ് ഷോർട്ട് ടേം റെമിറ്റൻസ് ആണോ? ഇങ്ങനെയാണ് നമ്മൾ ടാക്സ് ലാബ് വരുന്നത്. ഇപ്പോൾ ഒരു 12 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ ടാക്സ് ലാബ് എടുക്കുന്നതെന്ന് നോക്കാം. 12 ലക്ഷം എന്ന് പറയുമ്പോഴേക്കും ഒരു 75,000 റുപ്പീസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലായിട്ട് നമ്മൾ മാറ്റി വയ്ക്കും. ബാക്കിയുള്ളത് 11,25,000 രൂപയാണ് പിന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു 3 to 6 ലാഖിൽ വരുമ്പോഴേക്കും എത്ര പെർസെൻറ്റേജ് വരും? 5% വരും. അതിന് ഇവിടെ അങ്ങനെ എഴുതാം, അതോ 15% പോയാൽ മതി? 15,000 ആയിരിക്കും ആദ്യം വരുന്നത്. ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴേക്കും 30,000 റുപ്പീസ് വരും. പിന്നെ ബാക്കി എത്രയാ ഉള്ളത്? ഇനി 11,25,000 രൂപയാണ് കാണേണ്ടത്.